2009-10 കാലഘട്ടത്തിൽ ഞാൻ ചേലക്കര സി ഐയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് അന്നത്തെ ചേലക്കര സി ഐ കെ ശശീന്ദ്രൻ സാറായിരുന്നു. അപ്പോൾ ആൾ SPI റിട്ടയർഡായി തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള ശശീന്ദ്രൻ സാറ്. ആ കാലത്താണ് ചെറുതുരുത്തി, ആറ്റൂർ, ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ വിവിധ സ്ഥലങ്ങൾ, ആറ്റൂർ, പയങ്കുളം, പള്ളം, അതേമാതിരിക്ക് താഴപ്ര തുടങ്ങിയിട്ടുള്ള ആ പരിസര പ്രദേശങ്ങളിലൊക്കെ ചെറുതുരുത്തിയുടെ വിവിധ ഭാഗങ്ങൾ, എല്ലാ ഭാഗങ്ങളും നിരന്തരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ മോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വീടുകളിൽ ഉറങ്ങിക്കിടക്കുന്ന ആളുകളുടെ മാല പൊട്ടിക്കുന്ന, മാലയും ആഭരണങ്ങളും കട്ട് ചെയ്തിട്ട് പോവുകയാണ്. വളരെ സമർത്ഥമായിട്ട് ഇങ്ങനെ കട്ടർ ഉപയോഗിച്ച് ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ കട്ട് ചെയ്ത് പോവുക. തൊട്ടിൽ കിടക്കുന്ന കുട്ടികളുടെയൊക്കെ വീടിനകത്തേക്ക് പോലും കിടക്കാതെ അത് കട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന അങ്ങനെയുള്ള മറ്റേ കുറ്റകൃത്യങ്ങൾ നിരന്തരമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നു. യാതൊരു രക്ഷയില്ല. നമ്മൾ എത്ര അന്വേഷിച്ചിട്ട് പിടി കിട്ടുന്നില്ല. തൊട്ടി കിടക്കുന്ന കുട്ടീനെയൊക്കെ തൊട്ടിൽ എന്ന് പറഞ്ഞാൽ അറിയില്ല, തൊട്ടിയിൽ കിടക്കുന്ന കുട്ടീനെയൊക്കെ തോട്ടി കൊണ്ടോ വടി കൊണ്ടോ എന്തെങ്കിലും ജനലിൻ്റെ ഭാഗത്തേക്ക് തോട്ടി കൊണ്ട് വലിച്ചു കൊണ്ടുവന്ന് ജനലിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് അതിനെ കട്ട് ചെയ്ത് ആഭരണങ്ങളൊക്കെ എടുത്തതിന് ശേഷം വിടുക. അപ്പോൾ അത് എങ്ങനെ കൊണ്ടുപോയി, ആര് കൊണ്ടുപോയി, എങ്ങനെ, യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരു കേസ്. ഒരുപാട് കേസുകൾ അങ്ങനെ ഉണ്ടായി, ഒന്നും രക്ഷയില്ല. ഒരു വീട്ടിൽ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണുണ്ട് ഒരു ആറ്റൂർ ഭാഗത്ത്, ആറ്റൂർ മനപ്പടി ഭാഗത്ത് വീട്ടുകാരൊക്കെ അങ്ങനെ എല്ലാവരും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വരാന്തയിലും അവിടെ ഇവിടെയൊക്കെ അടുക്കളയുടെ ഭാഗത്തൊക്കെ ആയിട്ട് സാധാരണ കുടുംബം അങ്ങനെ എല്ലാവരും നിരന്ന് കിടക്കുകയായിരുന്നു. ഡോറൊന്നും അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഈസി ആയിട്ട് കള്ളൻ വന്ന് ഇവരുടെയൊക്കെ പലരുടെ ആളുകളുടെയും സ്വർണ്ണാഭരണങ്ങളൊക്കെ കട്ട് ചെയ്ത് ഈസി ആയിട്ട് എടുത്തിട്ട് പോയി. അവിടെ നിന്നുള്ള എല്ലാ മുതലുകളും എടുത്തിട്ട് പോയി. അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം നമുക്ക് ഒരു ദിവസം ഈ നഷ്ടപ്പെട്ട മൊബൈലിൻ്റെ ഒരു പുതിയ കണക്ഷൻ സിമ്മിൻ്റെ ഒരു അഡ്രസ്സും അതിൻ്റെ ലൊക്കേഷനൊക്കെ കിട്ടുകയാണ്. അത് കുറേ ദിവസങ്ങൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷമാണ് ഇതിൻ്റെ IMEI ട്രേസ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് തൃത്താല ഭാഗത്തുള്ള ഒരു അഡ്രസ്സിൽ ഈ മൊബൈൽ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കണ്ട്. അത് ചെറിയൊരു പയ്യൻ, മീൻസ് ഒരു 10, 18, 19 വയസ്സുള്ള സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ, +2 അങ്ങനെ എന്തൊക്കെയോ പഠിക്കുന്നൊരു പയ്യനാണ്. അപ്പോൾ അവനെ രഹസ്യമായിട്ട് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവൻ്റെ അമ്മാവൻ കൊടുത്തതാണ് എന്ന് പറഞ്ഞു. അമ്മാവൻ അങ്ങനെ ഇവർക്കൊക്കെ മൊബൈൽ കൊടുക്കാറുണ്ട്, ഇടയ്ക്ക് അതും ഇതൊക്കെ കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു. അമ്മാവൻ ആന്ധ്രയിലാണ് സാർ, ഹൈദരാബാദിലാണ് അമ്മാവൻ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്ക് ശരിക്കും തോന്നിയത് ഒരു പടത്തിൽ മറ്റേ മാമുക്കോയ കുട്ടികൾക്ക് കൊടുത്തിട്ട് മറ്റേ ഈ എന്താ പറയുക പേഴ്സ് കൊടുക്കുന്നില്ല, ലെതർ കമ്പനിയിൽ ജോലിയാണെന്ന് പറഞ്ഞിട്ട് പേഴ്സ് കൊടുക്കുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. എല്ലാവർക്കും ഓരോ മൊബൈലൊക്കെ കൊടുത്ത് കുട്ടികളെ അതുകൊണ്ട് മേടിച്ചിട്ട് ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടായി. അപ്പോൾ അമ്മാവനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അമ്മാവൻ തൃത്താല പോലീസ് സ്റ്റേഷനിലെ കേടിയാണെന്നും നിരവധി കേസിൽ കുന്നംകുളത്ത് അവിടെ ഇവിടേക്ക് കേസുകളുള്ള മോഷണ കേസുകളുള്ള പ്രതിയാണെന്നും അത് ആ മോഷണ കേസുകൾ പലതും ഇപ്പോൾ LP ആണെന്നും പറഞ്ഞു, ലോങ് പെൻഡിങ് ട്രയലിലുള്ള കേസുകളാണെന്നും മനസ്സിലായത്. എന്ന് പറഞ്ഞാൽ പിടികിട്ടാപ്പുള്ളി ആയിട്ട് നടക്കുന്ന അതാണ്. അവൻ്റെ പേര് മുസ്തഫയാണെന്നൊക്കെ നമുക്ക് അപ്പോഴാണ് മനസ്സിലായത്. അവനെക്കുറിച്ച് ഇപ്പോൾ എവിടെയുള്ള ആന്ധ്രയിലാണുള്ളത് എന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. ആന്ധ്രയിൽ എവിടെയാണോ മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അവനെക്കുറിച്ച് നിരന്തരമായിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഇവൻ്റെ ഒരു ബന്ധു നമുക്ക് ഷൊർണൂരുണ്ടെന്ന് പറഞ്ഞിട്ട് മനസ്സിലായത്. അങ്ങനെ ഷൊർണൂർ നമ്മൾ പോയി അന്വേഷിച്ചു. ഷൊർണൂർ അന്വേഷിച്ചപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ക്യാൻറ്റീൻ നടത്തുകയാണ് ഒരു ബന്ധു. ആ ബന്ധുവിൻ്റെ നിന്ന് നമുക്ക് ഇവന് ആന്ധ്രാളിയൻ എന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ ആ നാട്ടിലെ എല്ലാവർക്കും, ഷൊർണൂർ ഭാഗത്തെ എല്ലാവർക്കും ഇവന് ആന്ധ്രാളിയൻ എന്ന് മാത്രമേ അറിയുള്ളൂ. ആന്ധ്രയിലാണ് ജോലി, ആന്ധ്രയിലുള്ള അളിയൻ, അങ്ങനെ ആന്ധ്രാളിയൻ എന്ന് അവരെല്ലാവരും വിളിക്കുക. ആന്ധ്രാളിയൻ ഇടയ്ക്ക് AC കോച്ചിലൊക്കെ വന്നിറങ്ങും, സെക്കൻഡ് ക്ലാസ് കോച്ചിൽ, ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ വന്നിട്ട് ഷൊർണൂർ വന്നിറങ്ങും. അപ്പോൾ അവർ കൂട്ടുകാരൊക്കെ പോയി വിളിച്ചിട്ട് വരും. നല്ല സൂട്ട് കേസൊക്കെ എടുത്ത് നല്ല അടിപൊളി ഷൂവും പാൻറ്റൊക്കെ ഇട്ട് ഇഞ്ച് ചെയ്ത് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വന്നിറങ്ങി ഇവരുടെ റൂമിലും വീട്ടിലൊക്കെ വരും. അവിടെ ബാഗൊക്കെ വയ്ക്കും. അപ്പോൾ ആന്ധ്രയിൽ മറ്റേ ഫൈനാൻസ് നടത്തുകയാണെന്നാണ് അയാളിവിടെ വന്നിട്ട് പറയാം. അങ്ങനെ ഇവിടെ വരും. ഇവരുടെ കൂടെ കുറച്ച് ദിവസം താമസിക്കും. താമസിക്കുമ്പോൾ രാത്രി ആകുമ്പോൾ ആന്ധ്രാളിയൻ ഒരു പോക്കാണ്, ഭക്ഷണം കഴിക്കാനാണ് പോകണമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നെ എപ്പോഴേ വരുള്ളൂ. അങ്ങനെ ആന്ധ്രാളിയൻ ഈ പറഞ്ഞ എല്ലാ വീടുകളിലും പോയിട്ട് ഈ മോഷണം നടത്തലാണ് പണി. അതാണ് ഈ രാത്രി കാണാതിരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ഇവിടെ നിന്ന്, ഒരാഴ്ച കാലമൊക്കെ ഇവിടെ നിന്ന്, അല്ലെങ്കിൽ 10 ദിവസമൊക്കെ ഇവിടെ നിന്ന് മോഷണം കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ആന്ധ്രാളിയൻ തിരിച്ചു പോകും. പിന്നെയും കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വരും. ഇതിങ്ങനെ കാലങ്ങളായിട്ടുള്ളൊരു പതിവായിരുന്നു. അതാണ് ഈ നാട്ടിൽ ഈ ചെറുതുരുത്തിയുടെ അല്ലെങ്കിൽ പരിസര പ്രദേശത്തും ഷൊർണൂരിൻ്റെ ചുറ്റുപാടിലുള്ള സ്റ്റേഷൻ അതിർത്തികളിലും, ചെർപ്പളശ്ശേരി, കൊപ്പം, അങ്ങനെ പട്ടാമ്പി, ഈ ഭാഗങ്ങളിലൊക്കെ എല്ലാ ഭാഗത്തും ഇത് ഇത്തരത്തിലുള്ള മോഷണം. ഇത് ചെറിയ വീടുകളല്ലേ നോക്കി പോകുന്നത് കാര്യങ്ങളൊക്കെ.
എന്തായാലും ഞങ്ങൾ ആന്ധ്രാളിയനെ പിടിച്ചിട്ടേ അടങ്ങുള്ളൂ എന്നുള്ളൊരു വാശിയുടെ മുകളിൽ ഞങ്ങൾ നിന്നു. കാരണം അന്ന് ചെറുകുത്തി റെയിൽവേ ഗേറ്റിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് ഇതേപോലെ ഒരു മോഷണം നടന്നു. അന്ന് DYSP പറഞ്ഞു, അഷ്റഫ് അതൊരു വലിയ കേസാണ്, നമുക്ക് ഈ കേസുകളൊക്കെ എല്ലാം കൂടി ക്രോഡീകരിച്ച് ഒറ്റ ഇതാക്കിയിട്ട് നമുക്കൊരു അന്വേഷണം കാര്യമായിട്ട് നടത്തണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് തുടങ്ങിയത്. അപ്പോഴാണ് ആന്ധ്രയിൽ ഹൈദരാബാദിൽ ഇവൻ്റെ ഒരു ചെറിയ കോൺടാക്റ്റ് നമ്പർ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടി. ഹൈദരാബാദിൽ വെച്ചിട്ട് ഒരു നമ്പർ എൻ്റെ ഡീറ്റെയിൽസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഹൈദരാബാദിലേക്ക് പുറപ്പെട്ടു. ഞാൻ, അനിൽ, ഹബീബ്, സാബു, ഷെയ്ഖ് എല്ലാവരും കൂടിയിട്ടുള്ള ടീമിനെ DYSP അന്ന് നിർദ്ദേശിച്ച് ഇവനെ പിടിച്ചേ വരാവൂ, എവിടെയാണെങ്കിലും ഇന്ത്യയുടെ ഏത് ഭാഗത്താണെങ്കിലും ഇവനെ പിടിച്ചേ വരാവൂ എന്നുള്ളൊരു നിർദ്ദേശം കിട്ടി. ഇവന് ഫോണൊന്നും അങ്ങനെ ഉപയോഗിക്കില്ലേ, അതാണ് അതിൻ്റെ പ്രശ്നം. എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന നമ്പറുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവനെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ ഹൈദരാബാദിൽ പോയി. അന്ന് നമ്മുടെ അവിടെയൊക്കെ അങ്ങനെ സൈബർ സെല്ല് സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഒരു സിസ്റ്റം, ഒരൊറ്റ കമ്പ്യൂട്ടറും വെച്ചിട്ട് ഇരിക്കുന്ന ഒരു കാലത്താണ് ഞങ്ങൾ ഹൈദരാബാദിൽ പോകുന്നത്. അപ്പോൾ അവിടെയുള്ള DYSPയുടെ ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, നല്ല കമ്പനികളിലോ നല്ല ഓഫീസ് ജോലിയൊക്കെ ചെയ്യുന്ന ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, രാധാകൃഷ്ണൻ സാറിൻ്റെ. അവരുമായി പരിചയപ്പെടുത്തി തന്നിരുന്നു. അവരുടെ കെയർ ഓഫിൽ നമ്മളന്ന് ഹൈദരാബാദ് SP പോയി കണ്ട് അവിടുത്തെ ഹൈദരാബാദ് സൈബർ സെല്ലിൽ പോയി. അന്ന് ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ സൈബർ സെല്ലിൽ ഒരു കമ്പ്യൂട്ടർ മാത്രം വെച്ചിട്ട് ഇരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഹൈദരാബാദ് സൈബർ സെല്ലിൽ പോയെന്ന്. അവിടെ ഒരു ബിൽഡിംഗ് മൊത്തം സൈബർ സെല്ലുമായിട്ട് വേണ്ടി ഉപയോഗിക്കുന്ന. ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു സിസ്റ്റം തന്നു, ഒരു ക്യാബിനും തന്നു, ഒരു സിസ്റ്റം തന്നു. അതിൽ എഴുതുന്നോളം പറഞ്ഞു അനലൈസ് ചെയ്യാൻ. ഹബീബ് ഞങ്ങളെ കൂടി ഇരുന്ന് ഒരു നമ്പർ കിട്ടിയതിനെക്കുറിച്ച് അനലൈസ് ചെയ്യും. അങ്ങനെ അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് കിട്ടുന്നത്. അത്രയും സോഫ്റ്റ്വെയർ അത്രയും അഡ്വാൻസ്ഡ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഹൈദരാബാദ്. എന്തായാലും ഞങ്ങൾ അവിടെ ഇരുന്ന് അനലൈസ് ചെയ്ത് ആ നമ്പറുകൾ, ഇവൻ്റെ ഒരു പഴയ നമ്പർ കിട്ടിയത് അനലൈസ് ചെയ്തിരിക്കുമ്പോഴാണ് അതിൻ്റെ ലൊക്കേഷൻ. ഇന്നിപ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പ് പ്രകാരം കറക്റ്റ് ലൊക്കേഷൻ കിട്ടുമെങ്കിലും അന്ന് അങ്ങനെ ഒന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ അവർ കറക്റ്റ് ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് ഈ ലൊക്കേഷൻ എടുത്തു. അവിടെ നിന്നും കിലോമീറ്ററുകൾ, രാജമുണ്ട്രി എന്ന് പറയും, ഒറീസയുടെയൊക്കെ ബോർഡറിലാണ് ഈ രാജമുണ്ട്രി എല്ലാവർക്കും അറിയാം. അവിടെ ഇപ്പം നമുക്ക് മനസ്സിലാകുന്ന അപ്പോൾ അവിടെ കഞ്ചാവിൻ്റെയൊക്കെ അവിടെ നിന്നാണ് കയറ്റി വരുന്നത് കൂടുതൽ നമ്മുടെ കേരളത്തിലേക്കൊക്കെ കഞ്ചാവ് കയറ്റി വരുന്നത് രാജമുണ്ട്രി എന്നാണ്. അവർ കറക്റ്റ് ലൊക്കേഷൻ എടുത്തിട്ട് പറഞ്ഞു, ഇത് ഇപ്പോൾ ഈ മൊബൈലുള്ളതും ഈ ആളുള്ളതും ഇപ്പോൾ രാജമുണ്ട്രിയിലാണ്, രാജമുണ്ട്രിയിൽ ഇന്ന ഗല്ലിയിൽ ഇന്ന സ്കൂളിൻ്റെ ഇന്ന ഭാഗത്ത് വെച്ച് എന്നാണ് കാണുക. അതിൻ്റെ ലൊക്കേഷൻ, ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ അതുപോലെ എടുത്ത് പ്രിൻ്റ് എടുത്ത് വന്നു. രാജമുണ്ട്രിയിലത്തെ ആ ലൊക്കേഷൻ എടുത്ത് വന്നു. എന്തായാലും അപ്പോൾ അവിടുന്ന് കിലോമീറ്ററുകൾ കുറേ താണ്ടണം. ഞങ്ങൾ വീണ്ടും ഞങ്ങളൊരു ബൊളോറോ അല്ല, അന്നൊരു സ്കോർപ്പിയോ വണ്ടിയിലാണ് പോയത്. സ്കോർപ്പിയോ വണ്ടി DYSP സാർ അറേഞ്ച് ചെയ്തൊരു സ്കോർപ്പിയോ വണ്ടിയിലാണ് പോയത്. എന്തായാലും ഞങ്ങൾ ഹൈദരാബാദിൽ നിന്ന് വീണ്ടും രാജമുണ്ട്രിയിലേക്ക് തിരിച്ചു. ഞങ്ങൾ അസാബും ഞങ്ങൾ ഈ പറഞ്ഞ ടീമും ഒന്നിച്ച് ഹൈദരാബാദിൽ നിന്ന് രാജമുണ്ട്രിയിലേക്ക് തിരിച്ചു. രാജമുണ്ട്രിയിലേക്ക് തിരിച്ചിട്ട് ഹൈദരാബാദ് വിട്ട് ഒരു 100 കിലോമീറ്റർ എത്തിയപ്പോഴേക്കും വണ്ടി സ്റ്റോപ്പായി. ഒരു വൈകുന്നേരത്ത് വണ്ടി, ഒരു ഇരുട്ടായി വന്നിരിക്കുന്ന സമയത്ത് വണ്ടി ഹൈവേയിൽ സ്റ്റോപ്പായി. തള്ളി റോഡ് സൈഡിലേക്ക് മാറ്റി വെച്ച് നോക്കിയപ്പോഴും ഈ സാധനത്തിൻ്റെ ക്ലച്ച് മൊത്തം പോയി. ഇങ്ങനെ കഷ്ടപ്പെടാനില്ല. അവിടുന്ന് കിലോമീറ്ററുകൾ 100 കണക്കിന് ഇനിയും പോകണം രാജമുണ്ട്രിയിലേക്ക്. ഒറീസയുടെ ബോർഡറാണ്. എന്തായാലും ക്ലച്ച് പോയ വണ്ടി ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വീണ്ടും അവിടുത്തെ നാട്ടുകാരെയൊക്കെ കണ്ട്, അതാണെങ്കിൽ ഒരു നക്സൽ ഏരിയ തോന്നുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു ഏരിയയിലാണ് ഞങ്ങൾ വന്ന് പെട്ടത്. വീണ്ടും ഒരു ലോറിക്കാരനെ വിളിച്ച് ഈ സാധനത്തിൻ്റെ വണ്ടീനെ കെട്ടി വലിച്ച് വീണ്ടും ഹൈദരാബാദിലേക്ക് തിരിച്ച് കെട്ടി വലിച്ചു. ഹൈദരാബാദിലെത്തി അതിൻ്റെ ഷോറൂമിൽ കൊണ്ടുപോയി. അപ്പോൾ ഒരു മറ്റേ ചാവക്കാട് ഇവിടുന്ന് കുന്നംകുളത്ത് നിന്ന് അറേഞ്ച് ചെയ്തൊരു പ്രൈവറ്റ് വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഓണറെ വിളിച്ച് പറഞ്ഞു. ഓണർ അത് അവിടുന്ന് മറ്റേ ക്ലച്ച് ശരിയാക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ സ്കോർപ്പിയോൻ്റെ ഷോറൂമിൽ ഹൈദരാബാദിൽ കൊണ്ടുപോയി വീണ്ടും 100 കിലോമീറ്റർ തിരിച്ച് ഇങ്ങോട്ട് ലോറിയിൽ കെട്ടി വലിച്ച്, പിന്നെ പിക്കപ്പ് വാനിൽ കെട്ടി വലിച്ച് ഇവിടെ വന്ന് അതിൻ്റെ ക്ലച്ചൊക്കെ മാറി പിറ്റേ ദിവസം വീണ്ടും രാജമുണ്ട്രിക്ക് പോയി. അങ്ങനെ രാജമുണ്ട്രി പോയി. ഇവൻ്റെ യാതൊരു ലൊക്കേഷനും കാര്യങ്ങളും കിട്ടില്ല. പക്ഷേ അവൻ്റെ നമ്പറിൽ നിന്ന് നമുക്കൊരു കാസറ്റ് കടയുടെ നമ്പർ കിട്ടി. ആ നമ്പർ കാസറ്റ് കടക്കാരനെ പോയി കണ്ട് നോക്കിയപ്പോൾ ഒരു ആന്ധ്രക്കാരൻ തന്നെ. ആൾ തെലുങ്കാണ് കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ആന്ധ്ര തന്നെ. അപ്പോൾ അയാളുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇയാളെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു, ഇയാളിവിടെ റെക്കോർഡ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ വരാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ഇപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ അയാളെ ഇപ്പം തന്നെ വിളിക്കണം, പക്ഷേ നിങ്ങൾ അറിയരുത്, കാര്യങ്ങൾ അറിയരുത്, അറിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു.
അത് ശരി, ഞാൻ വിളിക്കാം സാറും, ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്, ഇത്രാം തീയതി തരാമെന്ന് പറഞ്ഞ സാധനം ഇനി പെട്ടെന്നാവും എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ പറ്റും, ഞാൻ കട അടച്ച് പോവുക, പിന്നെ ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ 5-6 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ, അതിൻ്റെ പേരിൽ പെട്ടെന്ന് വന്ന് മേടിച്ചോളാൻ പറയും എന്നൊക്കെ ഒരു ഉപായം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. എന്നാൽ അങ്ങനെ പറയാൻ പറഞ്ഞിട്ട് എന്നാൽ അങ്ങനെ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ വിളിച്ചു. അപ്പോൾ അവരും പറഞ്ഞു ഇത്ര മണിക്ക് ഞാൻ അവിടെ എത്താമെന്ന്. അത് പ്രകാരം ഞങ്ങളൊക്കെ പരിസരത്ത് മാറി നിന്നു. അപ്പോൾ ഹബീബ് നിന്നത് ഒരു വീടിൻ്റെ സൈഡിലാണ്. ഞാനൊരു വണ്ടിയിലെ കടന്ന്, വേറെ ആൾ വേറൊരു ഭാഗത്ത് നിന്നു. ഈ വീട്ടുകാരൻ ഹബീബിന് 2 പെരുക്കി 2 കൊടുത്തു. രാത്രി സമയത്ത് അയാളുടെ ഗേറ്റിൻ്റെ ഉള്ളിൽ അവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ അയാൾ ആരാന്നറിയില്ല, അയാളാണ് ചപ്പയ്ക്ക് 2 കൊടുത്തു. ഹബീബ് ഒന്നും മിണ്ടിയില്ല. അവിടെ ബഹളം വെച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലേ, പിടിച്ചൊരു തള്ളും ഒരു ഇതും കൊടുത്തിട്ട് അവിടെ നിന്ന് വിട്ടു. ഹബീബ് ഇത് പോലീസാണെന്ന് പറയാനോ അല്ലെങ്കിൽ വേറെ എന്തിനോ ഒന്നും പറയാനൊന്നുമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ അറിയും, പിന്നെ പ്രശ്നമാകും, ബഹളാവില്ലേ. വീടിൻ്റെ അവിടെ കയറി നിന്നപ്പോൾ ഉണ്ടായ സംഭവം ഹബീബ് പിന്നീട് ഹബീബ് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അഷ്റഫ് സാറേ, ഞാൻ പിന്നെ മിണ്ടാതിരുന്ന ബഹളം വയ്ക്കാതിരുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പ്രതി എസ്കേപ്പ് ആയാലോ. കുറേ കഴിഞ്ഞപ്പോൾ ഇവൻ ഒരു ഓട്ടോറിക്ഷയിൽ കൊണ്ട് വന്നിറങ്ങിയിട്ട് ഒരു ചെയിനൊക്കെ ചുറ്റിയിട്ട് ഇങ്ങനെ വന്നിട്ട് കടയിരിക്കാൻ കയറി. കടയിൽ കയറുമ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ വേഗം അതിൻ്റെ ഉള്ളിലേക്ക് കടയിൽ കയറി. ഇവനെ വിളിച്ചു, മുസ്തഫ എന്താളിയാ എന്ന് ചോദിച്ചിട്ട് ഞാൻ വിളിച്ചു. അപ്പോൾ അവൻ വീണ്ടും ഭയങ്കര തെലുങ്കിൽ ഭയങ്കര സംസാരമാണ്. അപ്പോൾ ഞാൻ കോളറിൽ കുത്തിപ്പിടിച്ചിട്ട് അങ്ങോട്ട് വലിച്ചു. മലയാളം പറയടാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കരയാനാണ് തുടങ്ങുന്നത്. എന്തിനാ എന്നെ പിടിക്കണത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ പോലീസാണെന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്നെ പിടിക്കേണ്ട ആവശ്യം എന്താ, എനിക്ക് നാട്ടിൽ ഒരു കേസല്ലേ ഉള്ളൂ, 2 കേസേ കിട്ടാത്തുള്ളൂ, അതിനിപ്പോൾ എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് അവനൊരു പൊട്ടൻ്റെ കളി കളിച്ച് കണ്ടിരിക്കുന്നു. എന്തായാലും ആൾ ഇതാണെന്ന് മനസ്സിലായി, 2 കേസുണ്ടെന്ന് അവൻ പറയുകയും ചെയ്തു. എന്നല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടുന്ന് അവനെ മറ്റേ വിലങ്ങ് വെച്ചു, നേരെ ഞങ്ങളുടെ വണ്ടിയിൽ കയറ്റി. അങ്ങനെ പ്രതിയുമായി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. പ്രതി വണ്ടിയിൽ വെച്ച് നിരന്തരം അവനോട് ചോദ്യം ചെയ്തിട്ട് അവന് യാതൊരു കാര്യങ്ങളും പറയുന്നില്ല. എനിക്ക് ഈ പഴയ കേസുകൾ മാത്രമേ ഉള്ളൂ സാർ, പുതിയതായിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല സാർ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് ദൂരം വന്നതിന് ശേഷം അവൻ്റെ വീട്ടിൽ പോകണം എന്ന് ഞങ്ങൾ വീണ്ടും തീരുമാനിച്ചു. തിരിച്ചു ഒരു 10 കിലോമീറ്റർ വന്നിട്ടുണ്ടാവുള്ളൂ. തിരിച്ച് വീണ്ടും അവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ അവനുമായിട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു ഫ്ലാറ്റാണ്, നല്ല ബോഷ് ആളുകൾ, നല്ല സാമ്പത്തിക അത്യാവശ്യം ചുറ്റുപാടുള്ള ആളുകളൊക്കെ മാത്രം താമസിക്കുന്ന ഒരു വലിയ ഫ്ലാറ്റിലാണ് ഇവൻ താമസിക്കുന്നത്. ഫ്ലാറ്റ് തുറന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി. ഷൂസൊക്കെ ഇങ്ങനെ ഭയങ്കര പ്രീമിയം സാധനം, നല്ല ചെരുപ്പുകളും ഷൂകളും അതേമാതിരിക്ക് ഡ്രസ്സുകളും ഒക്കെ അങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. TV ഉണ്ട്, മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ആയിട്ടുള്ള വലിയൊരു ഫ്ലാറ്റ്. ഇപ്പം ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പരിസരത്തൊക്കെ അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു ചെറിയ പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയാണ് അവിടുത്തെ. പിന്നെ അടിച്ചു വാരാനും തുടയ്ക്കാനും പിടിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വരുന്നത്. ഈ ആന്ധ്രയിലെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ദേവദാസി പരിപാടികളുണ്ട്, ദേവദാസികൾ. അപ്പോൾ അത്തരം പെൺകുട്ടികളൊക്കെ അവിടെ വരലും ഇവന് അതിനെയൊക്കെ എല്ലാത്തിനെയും ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ പെൺകുട്ടികളും അങ്ങനെ അവിടെ വരും. അതേമാതിരിക്ക് ഇവൻ്റെ അലമാരകൾ നിറയും, ഇവൻ്റെ ഷോക്കേസ് നിറയും കാസറ്റുകളായിരുന്നു. അന്ന് വീഡിയോ പ്ലെയറൊക്കെ ഉള്ള കാലത്ത് കാസറ്റുകളായിരുന്നു. അതൊക്കെ മറ്റേ അശ്ലീല കാസറ്റുകളാണ്, ബ്ലൂ കാസറ്റുകളാണ് മൊത്തം. CD-കളും കാസറ്റുകളൊക്കെ അശ്ലീല കാസറ്റുകളാണ്. ഇതൊക്കെ കാണുക, ഈ വക അതേമാതിരിക്ക് ഉള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക, അതേമാതിരിക്ക് നല്ല ഭക്ഷണം കഴിക്കുക, നല്ല വസ്ത്രങ്ങൾ ധരിക്കുക. ഒരു പണിയില്ല, വേറെ പണിയില്ല. നാട്ടിൽ പോവുക, അവിടുന്ന് മോഷണം നടത്തി ഇവിടെ കൊണ്ടുവരിക, ഈ വക കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് വല്ലാത്തൊരവസ്ഥയായി. കാരണം ഇത്രയും ബോഷായിട്ട് ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും പണി വേണ്ടേ? ചോദിക്കുമ്പോൾ പണികളൊന്നുമില്ല. എന്തായാലും പ്രതിയുടെ വീടൊക്കെ പൂട്ടി ഞങ്ങൾ ചാവിയൊക്കെ ആയിട്ട് ഞങ്ങൾ ചാവിയും കൈപിടിച്ച് മറ്റേ ഹൗസ് ഓണറോട് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരും, കസ്റ്റഡിയിൽ മേടിച്ച് ഇവനെ കൊണ്ട് വീണ്ടും തിരിച്ചു വരും, പിന്നെ കേസിലെ പ്രതിയാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വീണ്ടും തിരിച്ചു പോന്നു. ആ പ്രോപ്പർട്ടികളൊക്കെ അങ്ങനെ വെച്ച് ഇങ്ങനെ പോന്നു. ഇവൻ്റെ അത്യാവശ്യം വേണ്ട അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് തിരിച്ചു പോന്നു. ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ വിശാഖപട്ടണത്ത് എത്താറായപ്പോഴേക്കും ഭയങ്കര കൊടുങ്കാറ്റും മറ്റേ സൈക്ലോൺ വന്നു. എൻ്റെ ചുഴലിക്കാറ്റും മഴയും കാറ്റും വലിയ പ്രശ്നങ്ങളായി. ഞങ്ങൾക്ക് തിരിച്ച് വരാൻ പറ്റാത്തൊരവസ്ഥയായി. ഞാൻ DSP സാറിനോട് വിളിച്ചു. അപ്പോൾ അഷ്റഫ്, നിങ്ങൾ അവിടുന്ന് എങ്ങോട്ടെങ്കിലും എസ്കേപ്പ് ആവുക, നിങ്ങൾ അവിടെ നിൽക്കരുത്, അവിടെ ഇങ്ങനെ ഈ പ്രശ്നമുള്ള സമയത്ത് അവിടെ ഈ പ്രതിയായിട്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും എസ്കേപ്പ് ആവുക എന്ന് പറഞ്ഞു. ഞങ്ങൾക്കാണെങ്കിൽ ഏത് ഭാഗത്തേക്കും എസ്കേപ്പ് ആകാനും പറ്റുന്നില്ല. കാറ്റും പ്രശ്നങ്ങളും അത് വലിയൊരു പ്രശ്നമായി. എന്തായാലും വരുന്നത് വരട്ടെ എന്ന് കരുതി ഞങ്ങൾ ഇതിനിടയിൽ കൂടെ തന്നെ യാത്രകൾ ചെയ്തു. എന്തായാലും ഞങ്ങളുടെ മക്കളുടെ ഭാഗ്യം, വീട്ടുകാരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് എന്തായാലും സൈക്ലോനൊക്കെ അതിജീവിച്ച് ഞങ്ങൾ ഇപ്പുറം കടന്ന് നേരെ ഇവനെ നാട്ടിലെത്തിച്ച് ഇവനുമായി ചേലക്കര പോലീസ് സ്റ്റേഷനിൽ വന്നു. അപ്പോഴേക്കും ദിവസങ്ങൾ കുറേ
എടുക്കേണ്ടി വന്നു. കാരണം അത്രയും യാത്രകൾ അത്രയും ചെയ്യേണ്ടി വന്നില്ല. വണ്ടി കേടുവന്ന ഒരു പ്രശ്നം ഉണ്ടായി. യാത്ര പിന്നെ അന്വേഷിച്ചിട്ടും ഹൈദരാബാദ് പോയി. ഹൈദരാബാദിൽ നിന്ന് വീണ്ടും രാജമുണ്ട്രിയിലേക്ക് പോകുന്നു. ഒരു ബോർഡറാണ് ആന്ധ്രയുടെ, ഒറീസയുടെ ബോർഡറായിട്ട്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ സൈക്ലോണും പ്രശ്നങ്ങളും ആകെ എന്തായാലും 5-8 ദിവസത്തെ യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ നമ്മൾ ഇവനുമായിട്ട് ഇവിടെ വന്ന് സ്റ്റേഷനിൽ വന്ന് അവനെ വിശദമായിട്ട് ചോദ്യം ചെയ്തു. CI സാറും എല്ലാവരും വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് തൃത്താല സ്വദേശിയായിട്ടുള്ള അവിടുത്തെ തൃത്താല പോലീസ് സ്റ്റേഷൻ KD മുസ്തഫ, നാട്ടുകാരൊക്കെ ഇവിടെ വിളിക്കുന്ന ആന്ധ്രാളിയൻ പറഞ്ഞ ഈ മുസ്തഫ 33 കേസുകളാണ് അന്ന് അവൻ കൺഫസ് ചെയ്തു. 33 കേസുകൾ, 30 എൻ്റെ ഓർമ്മ. എന്തായാലും 30ൻ്റെ മേലെ കേസുകളുണ്ടായിരുന്നു. അത് പട്ടാമ്പി, ചെറുപ്പശ്ശേരി, ഷൊർണൂർ, അതുപോലെ ചെറുതുരുത്തി, ഈ ഏരിയയിലുള്ള പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലുള്ള കേസുകൾ എന്ന് പറഞ്ഞാൽ ഇവൻ ശരിക്കും ഇവിടെ വന്ന് മോഷണം നടത്തും. ഈ മോഷണ സ്വർണ്ണമായിട്ട് അവിടെ പോയി അത് വിൽക്കും. അവിടെ പറയും ഇവിടെ ഫിനാൻസ് നടത്തുകയാണെന്ന് പറയും, ഇവിടെ പറയും അവിടെ ഫൈനാൻസ് നടത്തുകയാണെന്ന്. അവിടെ കൊണ്ടുപോയി വിറ്റിട്ട് അതിനെ ലാവിഷായിട്ട് പെണ്ണും മദ്യവും അതേമാതിരിക്ക് ഈ അശ്ലീല കാസറ്റുകളും കണ്ട് ഈ നല്ല ആഡംബര ഫ്ലാറ്റിൽ താമസിക്കുക. ആ പൈസ കഴിയുമ്പോൾ വീണ്ടും വരിക, നല്ല AC റൂമിൽ, AC ട്രെയിനിൽ വരിക, കോച്ചിൽ വരിക. ഇതിനോട് ഇവിടെ സൂട്ട് കേസൊക്കെ പിടിച്ചിട്ട് അതിനെ സ്വീകരിക്കാൻ നാട്ടുകാരായി കുറേ ആൾക്കാരും. അളിയനെ സ്വീകരിക്കാൻ പോവുക. അളിയൻ വരുന്നുണ്ടെന്നുള്ള ഫോൺ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അളിയനെ സ്വീകരിക്കാൻ പോരും. കാരണം അളിയൻ്റെ അടുത്ത് ചിലവുകളല്ലേ കിട്ടുന്നത്. അളിയൻ ഇങ്ങനത്തെ ആളാണെന്നുള്ള നാട്ടുകാർക്ക് അവർക്ക് ആർക്കും അറിയില്ല, ഷൊർണൂർക്കാർക്ക് ആർക്കും അറിയില്ല. അങ്ങനെ തിരിച്ചു വന്ന് വീണ്ടും ഇവിടുത്തെ ആ മോഷണങ്ങളൊക്കെ നടത്തി ആ പൈസയൊക്കെ ആ സ്വർണ്ണമൊക്കെ ശേഖരിച്ച് വീണ്ടും പോവുക. ഇതൊരു നിത്യ സ്വഭാവമായിരുന്നു. അങ്ങനെ ആ നാട്ടിൽ നടന്നിരുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾ നമുക്ക് തടയിടാൻ പറ്റി. പക്ഷേ ഈ കേസുകളൊക്കെ പിന്നീട് ട്രയലിൽ വരലും അതിലെല്ലാത്തിലും എന്നെ ശിക്ഷിക്കേണ്ടായി. എല്ലാ കേസുകളിലും എന്നെ ശിക്ഷിച്ചു. ഒക്കെ 2 വർഷം 3 വർഷം 2 വർഷം 3 വർഷമൊക്കെ ആയിട്ട് എല്ലാ കേസുകളും ശിക്ഷിച്ചു. എല്ലാ കേസുകളും ശിക്ഷിച്ചായിട്ടാണ് ഞാൻ പിന്നീട് അതിൻ്റെ രേഖകളും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായത്. എല്ലാം 3 വർഷം 2 വർഷം 33 കേസ് ശിക്ഷിച്ചാലും ഒരു 3 വർഷമൊക്കെ അവന് കിടക്കേണ്ടി വന്നുള്ളൂ. പിന്നീട് ഇവനെ മറ്റേ പെരിന്തൽമണ്ണ പോലീസ് കഞ്ചാവുമായി പിടിച്ചതായിട്ട് കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ പിന്നെ പേപ്പറിൽ വായിക്കേണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവനെ എവിടെയാണോ, ജയിലിലാണോ, അത് അകത്താണോ പുറത്താണോ എന്നുള്ള വിവരങ്ങളൊന്നും അറിയില്ല. അതാണ് ആന്ധ്രാളിയൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ നാട്ടിലെ എല്ലാ പാവപ്പെട്ട ഒരുവിധം മീഡിയം കുടുംബങ്ങളിലൊക്കെ വർപ്പിച്ചിരുന്ന കുട്ടികളുടെയും സ്ത്രീകളുടെയൊക്കെ മാല കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അറിയൂല. അങ്ങനെയൊക്കെ നടത്തിയിരുന്ന ആന്ധ്രാളിയൻ എന്ന കുപ്രസിദ്ധ മോഷ്ടാവ് തൃത്താല മുസ്തഫ. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. 2016 ഞാൻ തൃശ്ശൂർ ജില്ലാ ക്രൈംബ്രാഞ്ചിൽ തന്നെ ജോലി ചെയ്തു വരുന്ന കാലത്ത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ പുതുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു രുക്മിണി എന്ന് പറഞ്ഞ ഒരു 56 വയസ്സുള്ള വൃദ്ധ അവരുടെ മൂത്ത മകൻ്റെ വീടിനകത്ത് കൊല്ലപ്പെട്ട നിലയിൽ കാണുന്നു. അപ്പോൾ ആ വൃദ്ധ അതുവരെ താമസിച്ചിരുന്ന അവരുടെ രണ്ടാമത്തെ ഇളയ മകൻ്റെയൊക്കെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത്. അന്ന് കൊല്ലപ്പെട്ട് കാണുന്നത് മൂത്ത മകൻ്റെ വീട്ടിലാണ്. മൂത്ത മകനും ഭാര്യയും അവിടെ ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് അവർ ആശുപത്രിയിലവിടെ പോയിട്ട് പിറ്റേന്ന് തിരിച്ചു വന്ന സമയത്താണ് വീട് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നതും വീട് കുത്തിപ്പൊളിച്ച് അകത്ത് കിടന്നപ്പോൾ വീടിനകത്ത് അമ്മ കൊല്ലപ്പെട്ട നിലയിലും കാണുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഒരു കേസൊക്കെ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് രാത്രി ആ വീട്ടിലുണ്ടായിരുന്നത് മൂത്ത മകൻ്റെ മകൻ രഞ്ജിത്താണെന്ന് മനസ്സിലായത്. രഞ്ജിത്ത് ഉണ്ടായിരുന്നെന്നും ഇപ്പോൾ അവനെ കാണുന്നില്ലെന്ന് മനസ്സിലായത്. രഞ്ജിത്ത് മയക്കുമരുന്നിനും മദ്യത്തിനൊക്കെ അടിമയായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനാണെന്നും പോലീസിന് ബോധ്യപ്പെട്ടു. നാട്ടുകാരും അത് പറഞ്ഞു. ആ രാത്രി ഉണ്ടായിരുന്ന രഞ്ജിത്തിനെ പിന്നെ കാണാനില്ല. ഈ കൊല്ലപ്പെട്ട വൃദ്ധയുടെ ശരീരത്തിലുള്ള എല്ലാ ആഭരണങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. വലിച്ച് പറിച്ചെടുത്ത നിലയിലാണ്, കാതിലുള്ള ആഭരണങ്ങൾ പറിച്ചെടുത്ത നിലയിലാണ് കാണുന്നത്. അന്വേഷണം ആരംഭിച്ചു. മകനെക്കുറിച്ച് അന്വേഷിച്ചു. മകനെക്കുറിച്ച് യാതൊരു വിവരവും കാണുന്നില്ല. എന്തായാലും ആഭരണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസ് അതേമാതിരിക്ക് DSP അദ്ദേഹം പറഞ്ഞു, അഷ്റഫ് ഇങ്ങനെ കേസുണ്ട്, പയ്യൻ മറ്റേ കൊല്ലപ്പെട്ട സ്ത്രീയുടെ പേരക്കുട്ടി തന്നെയാണ് പ്രതിയെന്ന് നമുക്ക് സംശയിക്കുന്നുണ്ട്, അവനെ കാണുന്നില്ല, അവൻ ഒളിവിലാണ്, അവനെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള നടപടി സ്വീകരിക്കണം. അങ്ങനെ നമ്മൾ അവൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് അവൻ്റെ ലൊക്കേഷൻ എടുത്ത് കാര്യങ്ങൾ നോക്കിയപ്പോൾ ഇവൻ ഇങ്ങനെ യാത്ര ചെയ്ത് പോവാണ്. ഇവൻ പോകുന്നത് മറ്റേ ആദ്യം ഓരോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലാണ് പോണ്. ഊട്ടി പോയി, കൊടൈക്കനാൽ പോയി, ഈ പറഞ്ഞ പോലെ ഞങ്ങളും പുറകെ പോയി.
ദിവസങ്ങളോളം അന്വേഷിച്ചു, ഇവനെ എവിടെയും പിടി കിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് മാത്രം മറ്റേ ഇവൻ്റെ ലൊക്കേഷൻ കിട്ടുള്ളൂ, പിന്നെ കിട്ടില്ല. ഇടയ്ക്കൊരു ലൊക്കേഷൻ കിട്ടും, പിന്നെ കിട്ടില്ല. അങ്ങനെ ആദ്യം ഞങ്ങൾ ഊട്ടി പോകും, അവിടുന്ന് ഞങ്ങൾ കൊടൈക്കനാൽ പോയി, പിന്നെ അങ്ങോട്ട് പോയി. അങ്ങനെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കറങ്ങി, യാതൊരു രക്ഷയില്ല. ഇവൻ്റെ ലൊക്കേഷൻ കിട്ടുന്നില്ല. ഇവനാണെങ്കിൽ എല്ലാ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായിട്ട് ജീവിക്കുന്ന ഒരുത്തനുമാണ്. എന്തായാലും നമുക്ക് ബോധ്യമായി ഈ അമ്മയെ ഇവൻ കൊന്നിട്ട് രാജ്യം വിട്ടിരിക്കുകയാണെന്നും ഇതിൻ്റെ ആഭരണങ്ങളൊക്കെ ഇവൻ തന്നെയാണ് കവർച്ച നടത്തിയിരിക്കുന്നതെന്നും ഇത് മയക്കുമരുന്നും മദ്യമൊക്കെ ഉപയോഗിക്കുന്നതിനും ആഡംബര ജീവിതം നയിക്കുന്നതിനാണെന്നുള്ള ബോധ്യമായി. നിരന്തരമായിട്ടുള്ള അന്വേഷണത്തിൽ അവനെ കിട്ടിയില്ല. ഈ പിന്നീട് ഒരു ദിവസം കണ്ണൂർ ഇവൻ്റെ ലൊക്കേഷൻ കാണുന്നു. കണ്ണൂർ പോലീസിൽ ഇവൻ്റെ കയ്യിലുള്ള എല്ലാ പൈസയും ചിലവായി. ഇവൻ അതുവരെയുള്ള അവൻ്റെ ഈ ആഭരണങ്ങളൊക്കെ വിറ്റ് കിട്ടിയിട്ടുള്ള എല്ലാ പൈസ ഉപയോഗിച്ച് കഞ്ചാവും മദ്യവും കഴിച്ച് അതിങ്ങനെ അഡിക്റ്റായി. അതിന് വേണ്ടി അതെന്താ പറയുക, അതിലങ്ങോട്ട് ആ പൈസ ഫുള്ളായിട്ട് അതിനു വേണ്ടി ഉപയോഗിച്ച്, പെണ്ണും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിച്ച് അർമാദിച്ചതിന് ശേഷം കണ്ണൂരെത്തിയവൻ. അപ്പോഴേക്കും ലോകം ബാംഗ്ലൂരൊക്കെ കറങ്ങി, ഊട്ടിയിൽ നിന്ന് ബാംഗ്ലൂർ പോയി, മൈസൂർ പോയി, എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും കറങ്ങിയ പൈസയൊക്കെ നശിപ്പിച്ചിട്ട് കണ്ണൂർ പോയി. അവിടെ കരഞ്ഞിട്ടിരിക്കുന്ന സമയത്താണ് പോലീസിന് ഇൻഫർമേഷൻ കിട്ടുന്നത്. നമ്മൾ പോകുന്നു, അവിടുന്ന് കണ്ണൂർ പോലീസ് അവനെ പിടിച്ച് സ്റ്റേഷനിൽ വയ്ക്കുന്നു. പിന്നെ അവനെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ പ്രതിയാണെന്നൊക്കെ മനസ്സിലാവുന്നത്. ഞങ്ങൾ ഇവിടുന്ന് പോയി കണ്ണൂരിൽ നിന്ന് അവനെ പിടിച്ചുകൊണ്ടിരുന്നു. പിടുത്തുകഴിഞ്ഞ് ചോദിച്ചപ്പോഴാണ് ഇവൻ പറയുന്നത്, മദ്യം കഴിക്കാതെയും മയക്കുമരുന്ന് ഉപയോഗിക്കാതെയും പ്രാന്തനെ പോലെ ആയതിനു ശേഷം അന്ന് രാത്രി അമ്മൂമ്മ കിടക്കാൻ വന്നപ്പോൾ രാത്രി വളരെ വൈകി ഇവൻ കഞ്ഞി എടുത്തിട്ട് ബെഡിന് താഴെ മറ്റേ കോലായിൽ മറ്റേ തറയിൽ ഒഴിച്ചതിന് ശേഷം അമ്മൂമ്മനെ വിളിച്ച് വരുത്തുകയാണ്. അമ്മൂമ്മ ഞാൻ ഛർദ്ദിച്ചു, ഒന്ന് വരണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അമ്മൂമ്മ ഇവനെ ഛർദ്ദിച്ചു. വന്ന് നോക്കിയപ്പോൾ ഇവനെ ഛർദ്ദിക്കുന്ന പോലെ കാണിക്കുന്നു, കഞ്ഞി ഒഴിച്ചിരിക്കുകയാണ്, ഛർദ്ദിച്ചിരിക്കുകയാണ്. പാവ അമ്മമ്മ ചൂല് മുറക്കെടുത്ത് വന്ന് ഇവൻ്റെ മുന്നിൽ ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് ഈ ഈ പറഞ്ഞ കഞ്ഞി ഒഴിച്ചത് അല്ലെങ്കിൽ ഛർദ്ദിച്ച പോലെ ആക്കിയിട്ടുള്ള ആ സാധനം കോരിയെടുക്കുന്ന സമയത്താണ് ഇവൻ കരുതി വെച്ചിരുന്ന വെട്ടുകത്തിക്കൊണ്ട് ദാരുണമായിട്ട് അതിനെ വെട്ടി കൊല്ലുന്നു. ഈ മദ്യത്തിനും മയക്കുമരുന്ന് കഴിക്കുന്നതിനും വേണ്ടി മാത്രം ഇവൻ്റെ എച്ചിൽ കോരാൻ, ഇവൻ്റെ ഛർദി കോരാൻ വേണ്ടി വന്ന അമ്മുമ്മയെ വളരെ ദാരുണമായിട്ട് അവൻ വെട്ടി കൊലപ്പെടുത്തി. അതിൻ്റെ ആഭരണങ്ങളൊക്കെ പറിച്ചെടുത്ത് ഈ സാധനങ്ങളൊക്കെ ഒളിപ്പിച്ച് വീട് പൂട്ടി താക്കോൽ കിണറിലേക്ക് എറിഞ്ഞ് അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ്. എന്നിട്ട് വേറൊരു കൂട്ടുകാരനെ വിളിച്ചിട്ട് അത് മണ്ണുത്തിയിലുള്ള മണപ്പുറം ഫൈനാൻസിലെ ഒരു സ്വർണ്ണാഭരണം പണയം വെച്ച് ബാക്കിയുള്ളതൊക്കെ വിറ്റ് അങ്ങനെ നാട് വിട്ട് ഈ പൈസ കഴിയുന്നത് വരെ അത്രയും സ്വർണ്ണം എത്രയാണെന്ന് 5-8 പവൻ സ്വർണ്ണിട്ട് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എനിക്കെന്ത് സംശയം, എനിക്ക് കറക്റ്റായിട്ടുള്ള തൂക്കം അറിയുന്നില്ല. അത് കഴിയുന്നവരെ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നടന്ന് പെണ്ണും മദ്യവും മയക്കുമരുന്നിനും അടിമയായി ജീവിച്ച് അതിനെ അവസാനിപ്പിച്ച് കഴിഞ്ഞു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് ഇവനെ പിടിച്ചു കൊണ്ടുവന്ന് കാര്യങ്ങൾ അതിന് കേസിൽ ട്രയൽ വന്നപ്പോൾ എൻ്റെ ഭാഗം മൊഴിയുണ്ടായിരുന്നു. ഞാൻ വ്യക്തമായിട്ട് കാര്യങ്ങൾ മൊഴി കോടതിയിൽ പറഞ്ഞു. അതിനു മുമ്പ് ട്രയലിന് വരുന്ന അന്ന് എൻ്റെ മൊഴി പറയാൻ വരുന്നെന്ന് ഇവൻ കോടതിയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ വരുമ്പോൾ ഇവനെ കണ്ടു. വളരെ ദയനീയമായിട്ട് എന്നെ കണ്ട ഉടനെ അതിനെ കൈ കൂപ്പിയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. സാർ, ജീവിതത്തിൽ പറ്റിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞൊരു പശ്ചാത്താപം പറഞ്ഞതിന് ശേഷം എന്നെ ഇന്നേ വരെ കാണാൻ ഒരാൾ പോലും വന്നിട്ടില്ല എന്നൊരു ദുഃഖമാണ് അവൻ പറഞ്ഞത്. അവൻ്റെ അച്ഛനോ അവൻ്റെ അമ്മയെ ജയിലിലേക്ക് പോലും അവനൊന്ന് കാണാൻ വന്നില്ല എന്നാണ് പറയുന്നത്. അമ്മയും അമ്മൂമ്മയൊക്കെ നമുക്ക് ഒരുപോലെയല്ലേ. അപ്പോൾ എൻ്റെ എച്ചിൽ കോരാൻ വേണ്ടി വന്ന ആ അമ്മൂമ്മയാണ് അവൻ കൊലപ്പെടുത്തിയത്. അതിൻ്റെ ഒരു പശ്ചാത്താപം അവന് ആ സമയത്ത് ഞാൻ കണ്ടിരുന്നു കേട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞ് ജയിലിലായതിനു ശേഷം അപ്പം അവൻ പറഞ്ഞത്, എന്നെ കാണാൻ ആരും വന്നിട്ടില്ല സാർ. ഞാൻ ചോദിച്ചത് അങ്ങോട്ട്, ആരെങ്കിലും വന്നിരുന്നാൽ എന്നെ കാണാൻ? ആരും വരാറില്ല സാർ, എന്നാരും ശ്രദ്ധിക്കാറില്ല. എനിക്ക് എങ്ങനെയും എന്തെങ്കിലും ആയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ദയനീയമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്കെന്തായാലും അത്രയും ക്രൂരമായൊരു കുറ്റകൃത്യം ചെയ്യുന്നവനെ ഏത് വിധത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഏത് വിധത്തിൽ അവനെ മനസ്സുകൊണ്ട് പോലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ പല ക്ലാസ്സുകളിലും ഈ സംഭവം ഇങ്ങനെ വിശദീകരിക്കും കുട്ടികളോട്. മയക്കുമരുന്നിനെ കുറിച്ച് പറയുമ്പോൾ ഈ സംഭവം പലപ്പോഴും ഞാൻ പറയാറുണ്ട്. കാരണം അത്രയും ചെറിയൊരു പയ്യൻ ആ അമ്മൂമ്മ അത്രയും നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നത് മയക്കുമരുന്നിന് മാത്രം അടിമയായതിൻ്റെ പേരിൽ മാത്രമാണ്. വീട്ടുകാരും എല്ലാവരും ഉപേക്ഷിച്ച് ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ജയിൽ തടവറയിലായി പോയിക്കുക. എന്തായാലും ആ കേസ് ശിക്ഷിക്കുന്നുള്ളത് 100% ഉറപ്പാണ്. ശിക്ഷിച്ചിരിക്കാനാണ് സാധ്യത. ഞാൻ പിന്നെ അതിനെക്കുറിച്ചിട്ടൊന്നും അന്വേഷിച്ചിട്ടില്ല. ഓരോ കേസുകളും കഴിഞ്ഞ് അങ്ങനെ പോകുന്നു. പിന്നീട് അതിൻ്റെ പുറകെ നമ്മൾ പോകാറില്ല.
ട്രയൽ കഴിഞ്ഞു, ശിക്ഷിച്ചോ, വേറെ പേപ്പറിലൊക്കെ വായിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാമെന്നല്ലാതെ മറ്റുള്ള കാര്യങ്ങൾക്കും പുറകെ പോകാറില്ല. എന്നാലും ക്യൂരിയോസിറ്റി ഉണ്ട് നമുക്കത് എന്തായി എന്നുള്ളത് അറിയാൻ. കാരണം നമ്മളൊക്കെ മൊഴി കൊടുത്തിട്ടുള്ള കേസുകളല്ലേ. ആ കേസിൽ നീണ്ടൊരു മൊഴിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തലമുറ മയക്കുമരുന്നിൽ നിന്നും മദ്യത്തിൽ നിന്നും ഇത്തരം ലഹരി പദാർത്ഥങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു ജീവിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റും കൂടി ഈ സമയത്ത് ഞാൻ ഇതിലൂടെ വയ്ക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ ബോഡി വിട്ടിട്ട് വരാൻ പറ്റില്ല. ഇതുമെല്ലാം കടിച്ചു കൊണ്ടുപോയാൽ പിന്നെ അതും വലിയ പ്രശ്നമായില്ലേ. ഈ തലയുള്ളതിൻ്റെ പേരിലാണ് നമുക്കത് മനുഷ്യനാണെന്ന് തന്നെ പറയാൻ പറ്റുന്നത്. തലയുടെ ഒരു ഭാഗം അങ്ങനെ കിടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇവരെല്ലാവരും വിളിച്ചപ്പോൾ അവർ അങ്ങോട്ടാണ് വിളിക്കുന്നത്. ഞാൻ ഇവിടെ വിട്ട് എനിക്ക് വരാനും ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഞാൻ വേഗം ഈ തലയെടുത്ത് കൈ പിടിച്ചിട്ട് അവരുടെ കൂടെ നേരെ പാറ മുകളിലേക്ക് പോയി.